ഇവിടെ നമ്മുടെ പത്രക്കാരും മറ്റു മീഡിയക്കാരൊക്കെ സാധാരണഗതിയിൽ ഇത്രയും സമയം വൈകിയാൽ ഇരിക്കാറില്ല. ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എലക്ഷൻ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയും എന്ന് ആലോചിക്കാനാണ്, കേൾക്കാനാണ്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരത്തെ തന്നെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ് തീരുമാനം? ഞങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വ്യക്തമായി അനുകൂലമോ പ്രതികൂലമോ പറയാറില്ല. എന്തുകൊണ്ടാണത് പറയാത്തത്? ആരെയും പേടിച്ചിട്ടോ ഭയപ്പെട്ടിട്ടോ അല്ല. മറിച്ച് ഒരു പള്ളിയിൽ ഒരു ഖതീബ് ഉണ്ട്. ആ ഖതീബിനെ തുടർന്ന് നിസ്കരിക്കാൻ വരുന്നവർ, അദ്ദേഹത്തിന്റെ ഖുതുബ കേൾക്കാൻ വരുന്നവർ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടാകും. അതുപോലെ പള്ളിയിലൊരു മുദരിസ്, അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുകയും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന ആളുകൾ, അവരും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാർ ആണ്. അപ്പോൾ ഈ ഖതീബ് മുദരിസ് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്നുകൊണ്ട് നിങ്ങൾ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അപ്പോൾ മറ്റുള്ളവരെല്ലാം എതിരായി, മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തോട് എതിർക്കാൻ തുടങ്ങി. അദ്ദേഹത്തോട് എതിർക്കുക എന്ന് മാത്രമല്ല, നാട്ടിൽ കുഴപ്പമായി, പള്ളിയും ദർസും എല്ലാം കുഴപ്പത്തിലേക്ക് നീങ്ങി. അതുപോലെ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന സംഘടന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ ഇവിടെ നിലനിർത്തുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടന. ഈ സംഘടന ഏതെങ്കിലും ഒരു പ്രത്യേകമായ രാഷ്ട്രീയക്കാരുടെ, രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തനത്തെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുമ്പോൾ സമസ്തയുടെ കീഴിൽ എല്ലാ വിഭാഗം ആളുകളുമുണ്ട്. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൽ പ്രവർത്തിക്കുന്നവർ എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഉണ്ട്. SSF-ൽ പ്രവർത്തിക്കുന്നവർ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ഉണ്ട്. അപ്പോൾ ഈ സംഘടന ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്ന പക്ഷം മറ്റുള്ള പാർട്ടിക്കാരെല്ലാം അവരോട് എതിർപ്പാവുകയും സംഘടനാ പ്രവർത്തനം നടക്കാതിരിക്കുകയും നാട്ടിൽ കുഴപ്പമുണ്ടാവുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്നുവരെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പ്രത്യേകമായി വോട്ട് ചെയ്യണമെന്ന് പറയാതിരിക്കാൻ കാരണം. ഇത് ഞങ്ങൾ എന്നല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മർഹൂം കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവர்களுം ബഹുമാനപ്പെട്ട EK അബൂബക്കർ മുസ്ലിയാർ അവர்களுം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലും അതേ നില തന്നെയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 60ാം വാർഷിക സമ്മേളനം നടന്ന സമയത്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള സമസ്ത സുവനീർ നോക്കിയാൽ ഇക്കാര്യം എല്ലാവർക്കും കാണാൻ കഴിയും. അന്ന് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്ത കാലത്ത് എല്ലാവരും കൂടിയെടുത്ത തീരുമാനം ഇതായിരുന്നു എന്ന് ആ സുവനീറിൽ പ്രത്യേകമായി മിനിറ്റ്സ് പകർത്തിക്കൊണ്ട് എഴുതിയതായി കാണാം. പക്ഷേ ഇത് കരുതിയിട്ട് എല്ലാവരും നമ്മളിവിടെ എന്ത് ചെയ്താലും ഈ സുന്നികളെ വോട്ടിന് കിട്ടുമെന്ന് അത് വിചാരിച്ചാണ് കണ്ടത്.
ഇവർ പ്രസ്താവനല്ല, ആളുകളെ പേരൊന്നും പറയുന്നില്ല. അതുകൊണ്ട് എന്ത് കാട്ടിക്കൂട്ടിയാലും നമുക്ക് വോട്ട് കിട്ടും. അതില്ല, ഞങ്ങൾ ശരിക്ക് പഠിച്ച് മനസ്സിലാക്കി സമുദായത്തിനും സമൂഹത്തിനും നാടിനും ദോഷം ചെയ്യുന്നവരാര്, നന്മ ചെയ്യുന്നവരാര് എന്ന് കണ്ടുപിടിച്ച് അങ്ങനെ നന്മ ചെയ്യുന്നവർക്ക് അവർ ഇന്നവരാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്ന് ഞങ്ങളുടെ യൂണിറ്റ് മുതലുള്ള SYSന്റെ ചാനലിലൂടെ അറിയിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുമുണ്ട്. ആ ചെയ്തതിന്റെ ഫലം ഇവിടെ പലപ്പോഴും കണ്ടിട്ടും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഇനിയും തെരഞ്ഞെടുപ്പുകളും എല്ലാം ഇവിടെ വരും. രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കരുതേണ്ടത് ഞങ്ങൾ സമുദായത്തിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി, നാടിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടേതുമാണ് എന്ന് കരുതി നന്മ ചെയ്യാൻ തയ്യാറാകുന്നവർക്ക് ശാശ്വതമായി പ്രവർത്തിക്കാം. അവർക്ക് നന്മയുണ്ടാകും, അവർക്ക് വിജയമുണ്ടാകും. അത്രമാത്രമാണ് ആ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. അത് ഞങ്ങൾ ഇപ്പോഴും ചെയ്തിട്ടുണ്ട്.